നമസ്കാരം. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായിട്ട് വന്നതോടുകൂടി പിണറായി വിജയനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മൊത്തത്തിലൊരു അടിയുണ്ടായി. അത് സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് വി സിമാരെ നിയമിക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സിൻഡിക്കേറ്റ് സമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും കൊമ്പുകോർത്തത്. അവസാനം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും പോകുന്ന ഒരു അവസരത്തിൽ എത്തിയപ്പോൾ പോലും അദ്ദേഹത്തിനൊരു ചെറിയൊരു പാർട്ടി പോലും നടത്താതെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാന നിമിഷം കാണാൻ പോലും, അതായത് യാത്ര അയക്കാൻ പോലും വരാതെ പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിലെ മറ്റ് മന്ത്രിമാരും ആരും തന്നെ കൂട്ടാക്കില്ല. അതിനുശേഷമാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലെ ഗവർണറായിട്ട് എത്തിയതോടുകൂടി എല്ലാം ഒരു സമവായത്തിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സർവകലാശാല വിഷയം വരുമ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ലോക് ഭവനും വലിയ രീതിയിൽ ഒരു കൊമ്പ് കോർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതായത് ആർലേക്കറും അതോടൊപ്പം തന്നെ പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ആയിരുന്നാലും രണ്ടും കൂടെ കൊമ്പ് കോർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസങ്ങളായി ഈ വി സിമാരെ നിയമിക്കുന്ന വിഷയങ്ങൾ സുപ്രീം കോടതി തന്നെ അതിൽ തലയിട്ട് ഞാൻ അതിൽ ഒരു തീരുമാനം എടുക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഗവർണർ തന്നെ ഒരു വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു. സുപ്രീം കോടതിയുടെ പണി ചെയ്താൽ മതി, ഞാനാണ് സംസ്ഥാന ഗവർണർ, UGCയുടെ മാനദണ്ഡ പ്രകാരം എനിക്കാണ് അതിനുള്ള അധികാരം, അതായത് സർവകലാശാലയിൽ വി സിമാരെ നിയമിക്കാനുള്ള അധികാരം എനിക്കാണ്, അപ്പോൾ ഞാൻ ആ ചുമതല ചെയ്തോളാം, എന്റെ ജോലിയിലേക്ക് കോടതിയുടെ നടപടികളൊന്നും വരും, കോടതി അതിൽ കൈകടത്താൻ വരണ്ട എന്നൊരു വ്യക്തമായ ഒരു സന്ദേശം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സുപ്രീം കോടതിക്ക് നൽകുകയും ചെയ്തു. അവസാനമാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞത്, എന്നാൽ ശരി, നിങ്ങൾ രണ്ടുപേരും, അത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും കൂടെ ഇരുന്നൊരു തീരുമാനമെടുക്കുക, ആരെ നിയമിക്കണം, എന്നിട്ട് അതിനെ അറിയിക്കുക എന്നൊരു അന്തിമമായ ഒരു രീതിയിലേക്ക് സുപ്രീം കോടതി എത്തി. നിലവിൽ ഗവർണറുമായി ഗുസ്തി പിടിക്കാൻ ഇറങ്ങിയ ഇടത് സർക്കാരിന് കിട്ടിയത് അടുത്ത ഒരു 8ന്റെ പണിയാണ്. സാങ്കേതിക സർവകലാശാലയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വൈസ് ചാൻസലർമാരുടെ നിയമന വിഷയവും അത് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ ഗവർണറുടെ അണുവിട മാറാത്ത നിലപാടിനെ തുടർന്ന് സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. സർക്കാർ നോമിനിയായി സജി ഗോപിനാഥിനെയും നിയമിച്ചിട്ടുണ്ട്. ഇതോടെ പരസ്പരം വിഷയം പരിഹരിച്ച് ഇത് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. അതേസമയം വിഷയത്തിൽ തമ്മിലടി ഒഴിവാക്കിയെങ്കിലും പിണറായിയുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം സർക്കാർ ചെയ്തത് എന്താണ്? കോടികളാണ് ഖജനാവിൽ നിന്നും പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു കളഞ്ഞത്. സെർച്ച് കമ്മിറ്റിക്കും കോടതി നടപടികൾക്കും വേണ്ടി കോടികളാണ് സർക്കാർ പൊടിച്ചു കളഞ്ഞത്. സാങ്കേതിക ഡിജിറ്റൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണ ആയതോടെ പാഴായിപ്പോയ പണത്തിന് ആര് ഉത്തരവാദിത്വം പറയുമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം. ഇത്രയും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ സർക്കാരിന്റെയും ലോക് ഭവന്റെയും പണവും സമയവും അധ്വാനവും ഇത്രയും പാഴാക്കിയത് എന്തിനായിരുന്നു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഫീസ് ഇനത്തിൽ മാത്രം ഇതുവരെ 31 ലക്ഷം രൂപയാണ് സർക്കാർ പൊടിച്ചു കളഞ്ഞത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകർക്ക് നൽകിയ ലക്ഷങ്ങൾ വേറെയും. ഈ നിയമ പോരാട്ടത്തിന് വക്കീൽ ഫീസായി എത്ര രൂപ ചെലവിട്ടു എന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാർ, AG ഓഫീസോ സംസ്ഥാന സർക്കാരോ ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല. ഇതെല്ലാം വേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന കാര്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനമല്ല, താല്പര്യമുള്ളവരെ നിയമിക്കണമെന്ന നിർബന്ധമാണ് ഇതുവരെ കാര്യങ്ങൾ വഷളാക്കിയതെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിൽ നന്നാവണമെന്ന് സംസ്ഥാന സർക്കാരിന് ഒരു താല്പര്യവുമില്ല. അവരുടെ ഇഷ്ടക്കാരെ അവിടെ തിരികെ കയറ്റാൻ വേണ്ടി ഏത് മാർഗവും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിൽ നഷ്ടം ഖജനാവിന് മാത്രം. സർക്കാരും ഗവർണറും തമ്മിൽ തർക്കമുണ്ടായതോടുകൂടിയാണ് സുപ്രീം കോടതി ഇടപെട്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. മുൻഗണനാ പട്ടിക മുഖ്യമന്ത്രി തയ്യാറാക്കി ഗവർണർക്ക് നൽകാനായിരുന്നു ആദ്യം കോടതി നിർദ്ദേശിച്ചത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ സജി ഗോപിനാഥും ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ ജീൻ ജോസ്, ഡോക്ടർ പ്രിയ ചന്ദ്രൻ, ഡോക്ടർ സിസ തോമസ് എന്ന ക്രമത്തിലും KTUവിലേക്ക് ഡോക്ടർ C സതീഷ് കുമാർ, ഡോക്ടർ GR ബിന്ദു, ഡോക്ടർ പ്രിയ ചന്ദ്രൻ, ഡോക്ടർ സിസ തോമസ് എന്ന ക്രമത്തിലുമാണ് മുഖ്യമന്ത്രി പേരുകൾ നൽകിയത്. സിസ തോമസിനെ പരിഗണിക്കരുതെന്ന് എന്ന കുറിപ്പോടെയാണ് അവരുടെ പേര് 2 പട്ടികയിലും ഉൾപ്പെടുത്തിയത്. സജിയെയും രാജശ്രീയെയും എതിർത്ത് ഗവർണറും കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി. സജി ഗോപിനാഥ് VC ആയിരിക്കെ ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് സിസ തോമസ് നൽകിയ റിപ്പോർട്ടാണ് ഗവർണർ സജിക്കെതിരെ ആയുധമായി പ്രയോഗിച്ചത്. രാജശ്രീയെയും അദ്ദേഹം എതിർക്കുകയും ചെയ്തു.
മുൻപ് സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഗവർണറുടെ നിർദ്ദേശപ്രകാരം KTUവിന്റെ താത്കാലിക VCയുടെ ചുമതല ഏറ്റെടുത്തതോടെയാണ് സിസയോട് സർക്കാരിനുള്ള വിരോധം കൂടിയത്. അടുത്തിടെ ഡിജിറ്റൽ താത്കാലിക VC ആയിരിക്കെ അവിടുത്തെ ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത് ഒരു വിരോധം കൂടി ഉണ്ട്. എന്നാൽ VCയെ നിയമിക്കുന്നതിനൊടുവിൽ മുഖ്യമന്ത്രി സമ്മതം മൂളുകയായിരുന്നു. മുഖ്യമന്ത്രി സമ്മതം മൂളിയില്ലായിരുന്നുവെങ്കിൽ ഗവർണർ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് എതിരായിട്ട് നിൽക്കുമായിരുന്നു. ഏത് രീതിയിലും ഗവർണറുടെ കാല് പിടിച്ചാണെങ്കിലും പിണറായിയുടെ ഇഷ്ടക്കാരനെ KTUവിലേക്ക് വൈസ് ചാൻസലറായിട്ട് നിയമിക്കണം. അതാണ് സർക്കാരിന്റെ താല്പര്യം. താൻ പ്രോ ചാൻസലർ ആയിരിക്കുന്ന ഏക സർവകലാശാലയായ ഡിജിറ്റലിൽ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്ന താല്പര്യത്തിന് ഗവർണർ വഴങ്ങാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ഒത്തുതീർപ്പ്. സജി ഗോപിനാഥ് VC ആയിരിക്കെ ഡിജിറ്റലിൽ നടന്ന ഒട്ടനവധി അഴിമതികൾ സിസ തോമസ് അക്കമിട്ട്, ആ ക്രമക്കേടുകളെല്ലാം തന്നെ അക്കമിട്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിൽ ഇനി ഗവർണർ തുടർ നടപടി ആവശ്യപ്പെടുമോ എന്ന് വ്യക്തമല്ല. മാസങ്ങളോളം നീണ്ട നാടകത്തിന് തിരശ്ശീല വീണതോടെ 3 സ്ഥിരം VCമാരായി. കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റ് സർവകലാശാലയിലും നിയമനം നടത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ധാരണയും രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടി മുന്നോട്ടു പോയാൽ അത് വലിയ രീതിയിൽ കനത്ത തിരിച്ചടിയാകുമെന്ന നിഗമനത്തിലാണ് സർക്കാർ ഈ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നത്. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും സമവായത്തിൽ എത്തിയ സാഹചര്യം അത് സത്യവാങ്മൂലത്തിലൂടെ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. സാങ്കേതിക സർവകലാശാല VCയായി സിസ തോമസിനെയും അതോടൊപ്പം ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെയും നിയമിക്കാൻ തീരുമാനിച്ച കാര്യം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. വ്യാഴാഴ്ചയാണ് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ആ പരിഗണിക്കുന്ന സമയത്ത് എല്ലാം ഒത്തുതീർപ്പായി എന്ന് രണ്ടുപേരും അറിയിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി സമവായം എത്താത്ത സാഹചര്യത്തിലാണ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സമിതിയോട് VC നിയമനത്തിനുള്ള പേരുകൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ സർക്കാരും ഗവർണറും യോജിച്ച് എത്തിയതോടെ കോടതി ഇക്കാര്യം അംഗീകരിക്കാനാണ് സാധ്യത. ഇവരുടെയും നിയമന വിജ്ഞാപനം ലോക്ഭവൻ ഇന്നലെയാണ് പുറത്തിറക്കിയത്. ഇനി എന്തെങ്കിലും അടിയുണ്ടായാലും അതിൽ സുപ്രീം കോടതി ഇടപെട്ടാലും അത് ഗവർണർ ആയിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗവർണർ തയ്യാറാകില്ല. അതിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതായിരുന്നാലും ശരി തന്നെ, ഇനിയിപ്പോൾ ആര് പറഞ്ഞതായിരുന്നാലും ഗവർണർ കർശനമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ഭരണഘടനയിൽ എന്താണോ പറയുന്നത് അത് അടിസ്ഥാനമാക്കിയായിരിക്കും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇനി നീങ്ങാൻ പോവുക.